ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മളിന്ന് കഴിഞ്ഞ ദിവസം എടുത്തുകൊണ്ടിരിക്കുന്ന അതേ ടോപ്പിക്ക് നമ്പർ സിസ്റ്റം, അതിൻ്റെ ഒരു ലാസ്റ്റ് ക്ലാസ്സാണ്, കൺക്ലൂഡിങ് ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട്, അതായത് നമ്പർ സിസ്റ്റത്തിനെ, ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള നമ്പർ സിസ്റ്റത്തിനെ മറ്റ് നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ക്ലാസ്സുകളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുത്തത്. നമ്പർ സിസ്റ്റത്തിൻ്റെ തന്നെ 3 ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ബൈനറീനെ ഡെസിമലാക്കാൻ, ഡെസിമൽ ബൈനറിയിലേക്ക്, അങ്ങനെ ഒക്ടൽ ടു ഡെസിമൽ, ഡെസിമൽ ടു ഒക്ടൽ, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താണ്. ഹെക്സ ഡെസിമലിനെ നമ്മൾ എന്താ പറയുക, ബൈനറി ആൻഡ് ഡെസിമൽ ടു ഹെക്സ ഡെസിമലിലേക്കും നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇനി നേരെ തിരിച്ച് ഹെക്സ ഡെസിമലിലേക്ക് നമുക്ക് ബൈനറിയും ഡെസിമലും ചെയ്തതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഹെക്സ ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്കും അതുപോലെ തന്നെ ഡെസിമലിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യുന്നതാണ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഇന്നതിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്, നമുക്കിന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ അത് കുറച്ച് എക്സാമ്പിൾസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. എങ്ങനെയാണ് ഒരു ഹെക്സ് നമ്പറിനെ നമുക്ക് എങ്ങനെ ബൈനറിയിലേക്ക് തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ എങ്ങനെ നമുക്ക് എന്താണ് ഹെക്സാ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ബൈനറീനെ നമ്മൾ നേരത്തെ ചെയ്ത് മുന്നത്തെ ക്ലാസ്സിൽ ചെയ്ത ഏതായിരുന്നു, ഹെക്സാ ഡെസിമലിനെ നമ്മൾ ബൈനറിയിലേക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാണ് നമുക്കത് ഒരു ബൈനറി നമ്പർ തന്നു കഴിഞ്ഞാൽ, ഇഫ് ദ ബൈനറി നമ്പർ ഇസ് ഗിവൺ, അതായത് 0s and 1s ആയിട്ട് തരുമ്പോൾ അതെങ്ങനെ ഹെക്സാ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, 1-2 രീതിയിലാണ് നമ്മളത് ചെയ്യാം. അപ്പോൾ 1-2 രീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈപ്പ് മാറുന്നതനുസരിച്ച് അതിൻ്റെ വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1-2 എക്സാമ്പിൾസിലൂടെ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കാട്ടോ. എങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ ഒരു ഹെക്സാഡെസിമലിൻ്റെ ടേബിളും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഹെക്സാഡെസിമൽ എന്ന് പറയുന്ന നമ്പർ ബേസ്ഡ് ഓൺ 16 ആണ്. അപ്പോൾ 0 മുതൽ 15 വരെയുള്ള നമ്പേഴ്സ് മാത്രമല്ല, അതിനകത്ത് ഒരു ലെറ്റേഴ്സ് കൂടി ഉൾപ്പെടുന്നുണ്ട്. 6 ലെറ്റേഴ്സ് ABCDEF, അതോടൊപ്പം തന്നെ 0 to 9 വരെയുള്ള നമ്പേഴ്സും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഹെക്സാഡെസിമൽ നമ്പർ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ബേസ്. അപ്പോൾ ഈ A to F വരെയുള്ളത്, ABCDE and F വരെയുള്ളത് 10 തുടങ്ങി 15 വരെയുള്ള നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ലെറ്റേഴ്സ് ആയിട്ട് തന്നെ നമ്മൾ ഹെക്സാഡെസിമലിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അത്തരം നമ്പേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ. നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്, കൺവേർട്ട് 0101 ബൈനറി ആണ് ടു ഹെക്സിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം, ഹെക്സാഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 0101 നമുക്കത് ഇങ്ങനെ ചെയ്താൽ മതി അല്ലേ. 8421 നമ്മൾ അതിനെ പഠിച്ചേക്കുന്നത് അങ്ങനെയല്ലേ. എങ്ങനെയത്, ബൈനറി അല്ലേ. ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ബൈനറി ആക്കാനായിട്ട് 2 കൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകും. അതേസമയം നമ്മൾ ബൈനറി തന്നിരിക്കുന്നു, അത് ഹെക്സൈഡിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, ഡിവൈഡിന് പകരം ഇവിടെ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ, 2ന്റെ പവേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 0യിൽ നിന്നും റിവേഴ്സ്, അതായത് ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ ഇങ്ങനെ വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതുന്നു. അതാണ് അതിന്റെ ചുരുക്കരൂപമാണ്. അതായത് 2 raised to 1, 2 raised to 0 എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആണ്, 1ന്. 2 raised to 1 അത് എന്തിന് ഈക്വൽ ആണ്, 2ന്. 2 raised to 2 അത് എന്തിന് ഈക്വൽ ആണ്, 4ന്. ആൻഡ് 2 raised to 3 അത് നമുക്കറിയാം 8ന് ഈക്വൽ ആണ്. അപ്പൊ ഇതുപോലെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ബൈനറി നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നമ്മൾ ഇത് ഈ 2 raised to 0, 2 raised to 1 അതിന് എന്താ പറയുക, പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മൾ ഈ ഒരു സംഖ്യകൾ കൊടുത്തിരിക്കുകയാണ്. അതെന്ത് ചെയ്യാം, അതിന്റെ വാല്യൂ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. അപ്പൊ 0 into 8 നമുക്കറിയാം അത് 0 ആണ്, പ്ലസ് 1 into 4 4 ആണ്. അതവിടെ എഴുതി. നമ്മൾ അതിന്റെ സ്റ്റെപ്പ് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാൻ പെട്ടെന്ന് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓർഡർ അങ്ങോട്ട് എഴുതി വെച്ചേക്കണേ. ഇപ്പൊ നമുക്ക് 2 raised to 1 എന്നും 2 raised to 2 എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ 1 into 2 സ്ക്വയർ. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ എന്താ പറയുക, സ്ക്വയർ കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ. അപ്പൊ അതിന് പകരം നമ്മളിവിടെ 82421 എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ അങ്ങോട്ട് വെറുതെ ജസ്റ്റ് ആ സംഖ്യയുമായിട്ട് 0s and 1s അല്ലേ, 0 മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെ വരുള്ളൂ. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ്, 1 വെച്ചിട്ട് ആ സംഖ്യ ഏതാണ് മുകളിൽ കിടക്കുന്ന സംഖ്യ അത് അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ 1 into 4 4 വന്നു, 0 ആയതുകൊണ്ട് 0 എഴുതി. 1 into 1 1 വന്നു അല്ലേ. അപ്പൊ എത്ര കിട്ടി നമുക്ക്, 5 എന്ന ആൻസർ കിട്ടും. എന്ന് വെച്ചാൽ ഈ എഴുതിയിരിക്കുന്ന 0101 എന്ന് പറയുന്ന ബൈനറി ഫോമിന്റെ ഹെക്സ് നമ്പർ ആണ് എന്ത്, 5. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 0101 ബൈനറി ഇസ് ഈക്വൽ ടു 5
ഹെക്സ നമ്പർ. അതായത് 5 ബേസ് ഓൺ 16 ആണ്. അപ്പോൾ 16 നമ്മൾ അങ്ങോട്ട് എഴുതണം. അങ്ങനെ എഴുതുമ്പോഴാണ് അത് ഹെക്സ നമ്പർ ആകുക. അപ്പോൾ 5 കിട്ടി. അപ്പോൾ കിട്ടിയല്ലോ. എങ്ങനെയാണ് നമ്മൾ ഒരു ബൈനറിയിൽ ഉള്ള സംഖ്യകളെ എങ്ങനെ നമ്മൾ ഈ ഒരു സ്ട്രിങ്ങിൽ 4 ഡിജിറ്റുകളാണ് എന്ന് വിചാരിക്കുക. 4 ഡിജിറ്റ് ആണ്. കാരണം 4 0 ആൻഡ് 01 ആൻഡ് 01 എന്ന് പറയുമ്പോൾ 4 ഡിജിറ്റുകളായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തു, ഹെക്സഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തു. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണിത്. അടുത്തത് ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 1110 ബൈനറി വിച്ച് ഈസ് ഈക്വൽ ടു 16 ബേസ് ഹെക്സ. ഹെക്സ നമ്പറിന് ഈക്വൽ ആയിട്ടുള്ള സംഖ്യ നമ്മൾ കണ്ടുപിടിക്കണം. ചെയ്തതുപോലെ തന്നെ ചെയ്യാം. നമ്മൾ ഇതേപോലെ തന്നെ 1110 എഴുതാം. ഓരോന്നിന്റെ മുകളിൽ 8421 എന്ന് എഴുതുന്നു. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. 1 into 8 ആണ്, 8 തന്നെ വരും. പ്ലസ് 1 into 4 ആണ്, 4 ആണ് വരിക. ആൻഡ് പ്ലസ് 1 into 2 2 വരും. പ്ലസ് 0 ആണ്. 0 നമുക്ക് അറിയാം, 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 വരുള്ളൂ. സീറോസ് ആൻഡ് വൺസും മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മുകളിൽ കിടക്കുന്ന സംഖ്യ നമുക്ക് നേരിട്ട് ഗുണിക്കാൻ വലിയ സംഖ്യകളൊന്നും അവിടെ വരുന്നില്ല. മനസ്സിലായല്ലോ. വലിയ സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പാറ്റേൺ അങ്ങോട്ട് എഴുതി വെക്കാം. നമുക്ക് തന്നിരിക്കുന്ന ബൈനറി നമ്പറിന്റെ മുകളിൽ 8421 1248 അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലാണെങ്കിൽ 1248 എന്ന് നമ്മൾ എഴുതുക. എന്നിട്ട് അതിന്റെ മുകളിൽ തന്നിരിക്കുന്ന അതേ ബൈനറി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുക. സീറോസ് ആൻഡ് വൺസ് മാത്രമേ ഉള്ളൂ, വേറെ സംഖ്യകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ എത്ര 8 4 12, 12 2 14 ഹെക്സാഡെസിമൽ which is equal to 1110 ബൈനറി. കണ്ടല്ലോ. അപ്പൊ അത് കിട്ടി. ഇനി കുറച്ചും കൂടി വലിയ സംഖ്യ ആണെങ്കിലോ നമുക്കൊന്ന് നോക്കാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ വേറെ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഞാനിവിടെ എഴുതിയിരിക്കുന്ന 2 സംഖ്യകളും എത്ര സംഖ്യകളായിരുന്നു? 4 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരുന്നു അല്ലെ. 4 ഡിജിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 0101 എന്നോ അല്ലെങ്കിൽ അടുത്തത് എഴുതിയത് 1110 അല്ലെ. 4 ഡിജിറ്റുകളായിരുന്നു. ഇഫ് ദ സ്ട്രിങ് ഈസ് ലോങ്, അതായത് തന്നിരിക്കുന്ന ബൈനറി നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ബൈനറി എന്ന് പറയുന്നത് കുറച്ച് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കുറച്ച് നീളം കൂടിയതാണ്. അതായത് 4 ഡിജിറ്റ് നമ്മൾ ഇപ്പൊ വിചാരിക്കും, നിങ്ങൾ ഇപ്പോഴേ തന്നെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകും. നമ്മളിപ്പോ 1 2 4 1 എന്ന 8 എന്നാണല്ലോ എഴുതിയത്, അല്ലെങ്കിൽ 8421 എന്ന് നമ്മൾ മുകളിൽ എഴുതി എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് താഴേക്ക് അത് ആഡ് ചെയ്ത് എഴുതി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് 4 എണ്ണല്ലേ ഉള്ളൂ, 4 സംഖ്യകൾ വന്ന ഒരു ബൈനറീനെ ഹെക്സ ആക്കാനാണെങ്കിൽ ഓക്കെ ഇത് എങ്ങനെയാണ് ചെയ്യാം. സോ പിന്നെ അതിൽ കൂടുതൽ വരികയാണെങ്കിലോ, അപ്പൊ കൂടുതൽ ബൈനറി സിസ്റ്റത്തിലുള്ള സംഖ്യ തന്നിരിക്കുന്നത് സീറോസ് ആൻഡ് വൺസ് കൂടുതൽ വലിയൊരു സ്ട്രിങ് ആണെങ്കിൽ എങ്ങനെ ചെയ്യും? അപ്പൊ നമുക്ക് അത് ഒന്ന് ചെയ്തു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ ഇതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 110110 അതായത് ഓക്കെ 110 1010 എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയാ ഇത്രയും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രിങ് ആണ്. അപ്പൊ 4 ഡിജിറ്റ് അല്ല, ഇതിനകത്ത് 4 3 7 ഡിജിറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെയാണ് ആക്കാൻ നോക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ 4 ഡിജിറ്റ് അല്ല, നമുക്ക് 7 ഡിജിറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ എവിടെ നിന്ന് ആ ഒരു 2ന്റെ പവേഴ്സ് എഴുതി വരുന്നത്? 1 എന്നും 2 എന്നും 4 എന്നും 8 എന്നൊക്കെ റൈറ്റ് സൈഡിൽ നിന്നല്ലേ. അപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? ഒരു 4 അക്കമുള്ള ഡിജിറ്റുകളാക്കണം. അങ്ങനത്തെ ഒരു സ്ട്രിങ് ആക്കണം. മനസ്സിലായോ? അതായത് തന്നിരിക്കുന്ന മൊത്തം സ്ട്രിങ്ങിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരണം. 4 എണ്ണം വീതമുള്ള ഗ്രൂപ്പുകളാക്കണം എന്ന് മനസ്സിലായില്ലേ? 4 എണ്ണം വീതമുള്ള ഗ്രൂപ്പുകളാക്കുക. അപ്പൊ ആദ്യത്തെ 1 0 1 0 4 എണ്ണം എടുത്തു. ബാക്കി എത്ര എണ്ണം ഉണ്ട്? അടുത്തത് അപ്പൊ അതൊരു ഗ്രൂപ്പായി. അടുത്തത് 110 അതൊരു ഗ്രൂപ്പ്. പക്ഷെ അതിനകത്ത് ഒരെണ്ണം കുറവുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഒരെണ്ണം കുറവുണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ ഒരു 0 ഇട്ട് കൊടുക്കണം. അപ്പൊ സോ ഇറ്റ് ബിക്കംസ് എന്ത് ആയിട്ട് വരും? 0 നമ്മൾ ഇട്ട് കൊടുക്കാം. കാരണം 0 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണ് വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് 0 ഇട്ട് കൊടുക്കാം. 1 ഇട്ട് കൊടുക്കാൻ പാടില്ല, അപ്പൊ സംഖ്യ മാറും. അതുകൊണ്ട് 0 നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ 0 നമ്മൾ ഇട്ട് കൊടുത്ത് അതിനെയും ഒരു 4 ഡിജിറ്റ് നമ്പർ ആക്കി മാറ്റി. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഇനി ചെയ്യാലോ. 8421 ചെയ്യാം. എന്നിട്ട് ഈ കിട്ടുന്നത് തമ്മിൽ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ 80 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെ വരും. 1 into 4 തന്നെ വരും. പ്ലസ് അടുത്തത് എന്താ വരിക? 2 ഇതായിട്ട് എഴുതണം. അടുത്തത് 2 എന്താ പറയാ 2 ആണ് വരിക. 1 into 2 2 വരും, പ്ലസ് 0 വരും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 6 എന്ന് കിട്ടും അല്ലെ. ഈ ഒരു ടോട്ടല് ഇതിന്റെ ടോട്ടല് 6 എന്ന് കിട്ടും. അടുത്തതോ ഇവിടെ 8 വരും, പ്ലസ് 0 വരും, പ്ലസ് 2 വരും, പ്ലസ് 0 വരും. ഓക്കെ, അതായത് 8ലും 2ലും മാത്രമേ 1 1 വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ രണ്ടോടത്തും സംഖ്യ വന്നിട്ട് അടുത്തത് 0 ആണ് വരിക. അപ്പൊ ഇവിടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടും എന്ത് കിട്ടും? 10 കിട്ടും. അപ്പൊ നമ്മുടെ ഹെക്സാഡെസിമൽ നമ്പറിനെ നമ്മൾ എങ്ങനെ ഇത് രണ്ടും കൂടി കൂട്ടിയാണോ ഇതാ? അല്ല, 6 എന്ന് പറയുന്ന സംഖ്യ ഇതാ. ഇനി 10 എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു
എ ഇൻ അവർ ഹെക്സാഡെസിമൽ ഫോർമാറ്റ് നമ്പർ അല്ലെ. ആ ഹെക്സാഡെസിമൽ നമ്പറിന്റെ സിസ്റ്റത്തിൽ ആ ടേബിളിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 10നെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ലെറ്റർ ആണ്. ഏത് ലെറ്റർ ആണ്? എ എന്ന് പറയുന്ന ലെറ്റർ ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതാം? 6 എന്ന് എഴുതാ, എന്നിട്ട് എ എഴുതാം. 10നെ റെപ്രസെന്റ് ചെയ്യുന്ന സംഖ്യ അതാണ് അതിന്റെ എന്തെന്ന് വിളിക്കുക? ഹെക്സാഡെസിമൽ നമ്പർ. അത് കൂട്ടിയല്ല എഴുതാ, 6ഉം 10ഉം കൂടി കൂട്ടി 16 എന്ന് എഴുതരുത്. നമുക്ക് കിട്ടുന്നത് 6. ആദ്യത്തെ ആ ഒരു ബൈനറിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതിയത് 6ലേക്കാണ്. 0 നമ്മൾ ഒരെണ്ണം അഡീഷണൽ ഇട്ട് കൊടുത്താണ്, ബാക്കിയുള്ളത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 6 കിട്ടി. അടുത്തത് 1010നെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 10 കിട്ടി. 610 എന്നല്ല എഴുതേണ്ടത്, 10നെ ഡിനോട്ട് ചെയ്യുന്ന നമ്പറിന് പകരം അവിടെയുള്ളത് ഒരു ലെറ്റർ ആണ്, ആൽഫബറ്റിലെ ലെറ്റർ ആണ്, എ ആണ് അല്ലെ. എ ആണ് 10ന്റെ സ്ഥാനത്തുള്ള സംഖ്യ. 9 കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ABCDEF ആണ്. അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാണ്? 10നെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറാണ്. അപ്പൊ 6A16 എന്ന് പറയുന്ന ഒരു നമ്പറാണ്, ഹെക്സാഡെസിമൽ നമ്പറാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എന്താണ്? 1101010 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 6A ഹെക്സാഡെസിമൽ. കണ്ട? അപ്പൊ ഇങ്ങനെയാണ് വരിക. ഇത് നമ്മൾ ഇങ്ങനെ തന്ന സാധനത്തിനെ ബൈനറി ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലാക്കിയിരുന്നു. ഓർക്കണ്ടാവുന്നാവോ? അപ്പൊ നിങ്ങളുടെ നോട്ടിലെടുത്ത് നോക്കുക. അപ്പൊ ഇത് നേരെ തിരിച്ചിങ്ങോട്ടാക്കിയത് ഇതിനെ തിരിച്ച് നമ്മൾ ആ രീതിയിലേക്കും കൺവേർട്ട് ചെയ്യാം, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഒരു ലോങ് സ്ട്രിങ്ങിനെ നമ്മൾ ചെയ്യുക. അപ്പൊ നീളം കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് ഈ 4 എണ്ണം അല്ലേ നമുക്ക് സംഖ്യകളുള്ളൂ, 2ന്റെ പവേഴ്സ് ഉള്ളൂ, അതായത് 1ഉം 2ഉം 4ഉം 8 മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിന് കൺഫ്യൂഷൻ വേണ്ട. നമുക്ക് തന്നിരിക്കുന്ന എത്ര വലിയ സ്ട്രിങ് ആയാലും ഫ്രം ദ റൈറ്റ് ടു ദ ലെഫ്റ്റ്, എവിടെ നിന്ന്? വലതുവശത്ത് നിന്ന് ഇടതുവശത്തോട് നമ്മൾ എന്ത് ചെയ്യണം? 4 എണ്ണം വീതമുള്ള ഗ്രൂപ്പുകളാക്കുക. ഓരോ ഗ്രൂപ്പിന്റെയും മുകളിൽ 8421 എന്ന് പറയുന്ന സംഖ്യ വെച്ച് എന്ത് ചെയ്യുക? താഴെയുള്ള സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തെടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നിരത്തി എഴുതുക. ചിലപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് 9 കഴിഞ്ഞ് വരുന്നത് 10 തുടങ്ങി 15 വരെയുള്ള സംഖ്യകളിൽ ഏതെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഉപയോഗിച്ച് നമ്മൾ അതിന്റെ ആ ഒരു ഹെക്സാഡെസിമൽ നമ്പർ പൂർത്തിയാക്കാം. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത മറ്റൊരു ക്വസ്റ്റ്യനും കൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇതിന്റെ നമ്പർ ഇതാണ്, ആൻസർ ഇതാണ്. വേറെ ഒരെണ്ണം നമുക്കൊന്ന് ചെയ്താലോ ഒരുമിച്ച്? അടുത്തൊരു സംഖ്യ തന്നിരിക്കുന്നത് 4th one 1 കുറച്ച് ലെങ്ത് കൂടിയതാണ്. 1011 ആൻഡ് 00101001 is in binary form and you have to find out what is its hexadecimal number. അതിന്റെ ഹെക്സാഡെസിമൽ നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യേണ്ടത് അവിടെ നിന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ തൽക്കാലം അത് ഗ്രൂപ്പിംഗ് രീതിയിലൊന്ന് ചെയ്തു വെച്ചതാണ്. നമ്പർ മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അകത്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് ചെയ്യും അല്ലെ. ആദ്യത്തെ 1001 അതൊരു ഗ്രൂപ്പ്. അപ്പൊ അതിന്റെ മുകളിൽ 8421 എഴുതി. ഓക്കെ, അടുത്ത ഗ്രൂപ്പ് 0010 അതിന്റെ പൊക്കത്തിലും നമ്മൾ 8421 എഴുതി. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പാണ്. അടുത്തത് ഏതാണ്? 1011 8421 എഴുതി. അടുത്തത് അതൊരു ഗ്രൂപ്പായി. അടുത്തത് 2 1 ആണ്. പക്ഷെ അതിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 zeros ഇട്ട് കൊടുത്ത് അതിന്റെയും മുകളിൽ 8421 എഴുതുക. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നിന്റെയും കണ്ടുപിടിക്കാം, വില കണ്ടുപിടിക്കാം. അപ്പൊ 21 അതല്ലേ ഇവിടെ അല്ലേ? ഇത് കൂട്ടുമ്പോൾ എത്ര കിട്ടുക? 3 ആ കിട്ടുക അല്ലെ. 2 + 1 1 × 2 2 ആണ്, +1 3 കിട്ടും. അപ്പൊ ഇവിടുത്തെ ആൻസർ 3 കിട്ടി. ഇവിടെയാണെങ്കിലോ 8 2 1 8ഉം 2ഉം ഇത് നിങ്ങൾ മനക്കണക്കായിട്ട് കൂട്ടിയാൽ മതി. ഇവിടെ എഴുതി കൂട്ടണമെന്നൊന്നുമില്ല. 8 1 × 8 8 2 × 1 2 തന്നെ 1 1 2ഉം 8ഉം അതുപോലെ തന്നെ 1ഉം കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 11 ആണ്. അപ്പൊ ഞാൻ അവിടെ 11 നേരിട്ട് അങ്ങോട്ട് എഴുതിയേക്കാം കേട്ടോ. അടുത്തത് നോക്കിയാൽ നിങ്ങൾ ഇവിടെ രണ്ടിടത്തും 0 ആണ്, ഇവിടെയും 0 ആണ്. അപ്പൊ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. അപ്പൊ 2 എഴുതുന്നു. അടുത്തത് 8 ഉണ്ട്, അതുപോലെ 8ന്റെ അവിടെയും 1 ഉണ്ട്, 1ന്റെ അവിടെ 1 ഉണ്ട്. 8 + 1 9 കിട്ടും. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റത്തിൽ, അതായത് ഹെക്സാഡെസിമൽ നമ്പർ ആയിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതുന്നതാണ് നോക്കാം. അപ്പൊ എങ്ങനെ എഴുതും നോക്കിയേ? 3 ഓൾറെഡി നമുക്ക് അറിയാം, നമ്മുടെ ടേബിളിൽ ഹെക്സാഡെസിമൽ നമ്പറിന്റെ ടേബിളിനകത്ത് ഉള്ളതാണ്. അപ്പൊ 3 എഴുതുന്നു. അടുത്തത് 11 ആണ്. 11 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 11 എത്രാമത്തെ ഡിജിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? 10A-ക്കാണ്. അപ്പൊ 11 B-ക്കാണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു? ബിയുടെ അവിടെ 11 എഴുതുന്നു. 11ന്റെ അവിടെ B എഴുതുന്നു. അടുത്തത് 2 ആണ്. 2 നമ്മുടെ ഹെക്സാഡെസിമൽ ടേബിളിനകത്തുള്ളതാണ്. 9ഉം ടേബിളിനകത്തുള്ളതാണ്. അപ്പൊ എന്ത് കിട്ടുന്നു? 3B 2 9 16
3B29 ബേസ് 16 എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ നമ്പർ വിച്ച് ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്ന ബൈനറിക്ക്. കണ്ടല്ലോ, അപ്പം ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ബൈനറിയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പം ഇതാണ് ഇന്ന് നമ്മൾ എന്താ പറയുക, ഹെക്സാഡെസിമൽ നമ്പറിലേക്ക് എങ്ങനെയാണ് ബൈനറി ഫോം ഓഫ് നമ്പേഴ്സിനെ മാറ്റുന്നത് എന്നാണ് ഇപ്പം ഈ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. എന്തിനാണെന്നറിയും 4 ചെയ്ത് ആദ്യത്തേതിലായിട്ടാണ് നമ്മൾ ചെയ്തത് 4 ഡിജിറ്റുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ചെയ്യാം. 8421 എന്ന് പറയുന്നത് മുകളിൽ എഴുതി അത് മൾട്ടിപ്ലൈ ചെയ്ത് 0 വരുന്നതൊക്കെ മാറ്റിയിട്ട് ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതിയാൽ മതി അല്ലെ. ഓരോന്നോരോന്ന് നേരത്തെ അങ്ങോട്ട് എഴുതിയാൽ മതി. കിട്ടുന്ന തുക വെറുതെ എടുത്ത് എഴുതാം, അല്ലാണ്ട് കിട്ടിയ ആൻസേഴ്സിനെ വീണ്ടും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കേട്ടല്ലോ, കിട്ടിയ ആൻസറുകൾ അങ്ങോട്ടും എടുത്ത് എഴുതിയാൽ മതി. അടുത്തത് നമ്മൾ അതുപോലെ തന്നെയാണ് എന്താ പറയുക, ലോങ് ആയിട്ടുള്ള ഒരു കുറച്ചും കൂടി വലിയ സ്ട്രിങ് ആയിട്ടുള്ള ഒരു ബൈനറി സിസ്റ്റമാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഗ്രൂപ്പ് ചെയ്യണം എന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ. 4 വീതമുള്ള ഗ്രൂപ്പുകളാക്കുക. കാരണം ബൈനറീസിൽ 4 ഡിജിറ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ 4 വീതമുള്ള ഗ്രൂപ്പ് ചെയ്തു. ഏതെങ്കിലും ഗ്രൂപ്പിനകത്ത് 4 അറ്റത്ത് വരുമ്പോഴാണ് കേട്ടോ, ഇടയിൽ നിന്നല്ല നമ്മൾ 0 ഇട്ട് കൊടുക്കേണ്ട, അപ്പോൾ ഉത്തരം തെറ്റിപ്പോവും. അപ്പോൾ അറ്റത്ത് വരുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ 4 ഡിജിറ്റ്, അത് 4 ഡിജിറ്റിൽ അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എത്ര 0 ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു സംഖ്യ മാത്രമായിട്ട് ബാക്കി 3 0 ഇട്ട് കൊടുക്കണം നമ്മൾ. ആ 0 അവിടെ കിടന്നുകൊണ്ട് നമ്മുടെ ഡിജിറ്റിൽ മാറ്റമൊന്നും വരുന്നില്ല. 0 അവിടെ ഇട്ടാലും ഇട്ടില്ലെങ്കിൽ, പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 4 ആക്കണം. കാരണം എന്താ, 8421 എന്ന് പറയുന്നത് മുകളിൽ എഴുതുമ്പോൾ അതിൻ്റെ മുകളിൽ ഡിജിറ്റുകൾ വേണമല്ലോ, എന്നാലേ അതിൻ്റെ മുകളിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പം അതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരെണ്ണം കഴിഞ്ഞ നേരത്തെയൊക്കെ ചെയ്തത് തന്നെയാണ്, റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ട് നോക്കിയാൽ 4BC16 എന്ന് പറയുന്ന ഹെക്സാ നമ്പർ ആണ് അല്ലേ, കണ്ടിരിക്കുന്ന ഹെക്സാ നമ്പർ അല്ലേ. ഈ ഹെക്സനെ നമുക്ക് എന്ത് ചെയ്യണം, ബൈനറിയിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈനറിയിലേക്ക് മാറ്റാനായിട്ട് എങ്ങനെ മാറ്റുക, ഇതിനെ നമ്മൾ ഇതിൽ നിന്ന് ഓരോ സംഖ്യകളും എടുക്കുന്നു. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് ബൈനറിയിലേക്കാണ്. വാട്ട് ഈസ് ദ ബൈനറി ഫോം ഓഫ് 4BC? ഒന്ന് ഓക്കെ, ഇതൊക്കെ ഇത് കഴിഞ്ഞതാട്ടോ, നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പം നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. 4 കിട്ടണമെങ്കിൽ 8421 എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇതും വരണം. 8421 അല്ലേ വരണമെങ്കിൽ 4 കിട്ടാനായിട്ട് ഇവിടെ മാത്രം നമ്മൾ ബൈനറി ആണല്ലോ, അപ്പൊ 0s and 1s ആണ്. 4 മാത്രം കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് അറിയാം, നടുക്കത്തെ സംഖ്യ മാത്രം, നടുക്കത്തല്ല രണ്ടാമത്തെ സംഖ്യ മാത്രം 1 മതി, ബാക്കി അപ്പുറത്തും എന്താണ് 0s ആണ്. അപ്പൊ ഇവിടെ 0, കാരണം ഇവിടെ 4 ഓൾറെഡി രണ്ടാമത്തെ ഡിജിറ്റ് 4 ആണ്. അപ്പൊ 4 കിട്ടാനായിട്ട് 1 ഇവിടെ കൊടുത്താൽ മതി. അപ്പൊ 4 ഓൾറെഡി കിട്ടും. ഇനി അടുത്തതിൽ ബി ആണ്. ബി is equal to 11 ആണ്. ബി എന്ന് പറയുന്നത് 11 ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ബി 11 കിട്ടണമെങ്കിൽ ഏതൊക്കെ തമ്മിൽ കൂട്ടണം, 8ഉം ഈ 2ഉം ഈ 1 കൂട്ടിയാൽ മതി. 8 2 10, 10 1 11. അപ്പൊ അവിടെ 3 സ്ഥലത്തും 1 ഇടുക, ബാക്കി 4ന്റെ അവിടെ മാത്രം 0 ഇടുക. ഓക്കെ, അപ്പൊ അത് കിട്ടി. ഇനി സി is equal to, സി എന്തിന് ഈക്വൽ ആയിരിക്കും, 12. 11 കഴിഞ്ഞാൽ 12, ബി കഴിഞ്ഞാൽ സി ആണ്. അപ്പൊ സി എന്ന് പറയുന്നത് 12ന് ഈക്വൽ ആണ്, 12ന് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ 12ന് ഈക്വൽ ആയിട്ടുള്ള സംഖ്യ ഇട്ടണമെങ്കിൽ 8ഉം 4ഉം 12 ആണല്ലോ അല്ലെ. 8ഉം 4ഉം 12 ആണ്. അപ്പൊ അവിടെ 2 കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, 1 ഇട്ട് കൊടുക്കുന്നു, അടുത്ത 2 സ്ഥലത്ത് 0 കൊടുക്കുന്നു. സോ അതിന്റെ ബൈനറി ഫോം ഏതിന്റെ, 4BC16 എന്ന് പറയുന്ന ഹെക്സാഡെസിമലിന്റെ ബൈനറി ഫോം 0 1 0 0 1 0, അതായത് ആദ്യത്തെ ഈ ഗ്രൂപ്പ് എഴുതി, അടുത്തത് 1 0 1 1, അടുത്തത് 1 1 0 0 ഈസ് ദ ബൈനറി ഫോം. ഓക്കെ, ഇതാണ് ഇതിന്റെ ബൈനറി ഫോം. കഴിഞ്ഞ ദിവസം എഴുതിയതാണ്, പക്ഷെ ഒന്നുകൂടി ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ ഇന്നും നമ്മൾ കുറേ പല നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സുകളൊക്കെയാണ് കണ്ടത്. അപ്പം നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. നമുക്ക് ചില സമയങ്ങളിൽ ഇതുപോലെയുള്ള എന്താ പറയുക, ബൈനറീനെ ഹെക്സാഡെസിമലാക്കാനും ഡെസിമലാക്കാനും ഒക്ടലാക്കാനും ഒക്കെ നമുക്ക് പറയാറുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് ഹെക്സേനം ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ നമുക്ക് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ചിലപ്പോൾ ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പഠിക്കുക. ആ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ചെയ്ത് തന്നേക്കണേ. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്ക് ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.